ഈ കോൺഗ്രസ്സുകാർ സർക്കാർ പരിപാടികൾ ഹൈജാക്ക് ചെയ്യുകയാണോ അതോ കയ്യേറുകയാണോ? എൻ്റെ ഒരു സംശയമാണ്. വി ഡി സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കണ്ട ആർക്കും തോന്നിപ്പോകുന്ന ന്യായമായ ഒരു സംശയമായിരുന്നു. ഇന്നലെ മന്ത്രിസഭയുടെ ഏറ്റവും പ്രസ്റ്റീജ് പ്രോഗ്രാമായ വനിതകളുടെ സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനും ഇത് തന്നെ കാണുവാനിടയായി. സർക്കാർ പരിപാടികളുടെ നെഞ്ചത്ത് കയറിയിരുന്ന് പൊങ്കാലയിടുവാനായിട്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആരാണ് അധികാരം നൽകിയിരിക്കുന്നത്? വി ഡി സതീശന് ഇവരെയൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ലേ? മന്ത്രിമാരും കുറഞ്ഞ പുള്ളികളൊന്നുമല്ല. ഭരണം ഏറ്റെടുത്തിട്ട് 1 മാസം കഴിഞ്ഞിട്ടും അവരുടെ ഹണിമൂൺ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു മന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഓഫീസ് സ്റ്റാഫ് എല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു. ആ കസേരകൾ പുറത്തു നിന്ന് വന്നിരിക്കുന്ന മുഴുവൻ പേരും കൈയടക്കി വെച്ചിരിക്കുന്നു. ജനങ്ങളെ സേവിക്കാനാണ് മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും, അല്ലാതെ അവരുടെ കളിപ്പുള്ളകളായി വളരുവാനല്ല, തമാശ പറഞ്ഞിരിക്കാനല്ല. ജനങ്ങൾക്ക് മര്യാദയുമില്ല, മന്ത്രിമാർക്ക് ഉത്തരവാദിത്വ ബോധവുമില്ല. അതാണ് കാണുന്നത്. എന്തിന് മരണ വീട്ടിലെത്തിയ മുഖ്യമന്ത്രിക്ക് ഷാൾ അണിയിക്കുവാൻ പോലും ചിലർ ഓടിയെത്തുന്നതും ഈ നാട് കണ്ടു. ഔചിത്യബോധമില്ലാത്ത അണികൾ, അങ്ങനല്ലേ പറയാൻ പറ്റൂ. പണ്ട് കൂട്ടുകൂടി പാട്ടും പാടി നടന്നവരിപ്പോൾ അടുത്തു വരുമ്പോൾ ഒരു കൈപ്പാങ് അകലെ തന്നെ നിർത്തണം. തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണമെങ്കിൽ ജനങ്ങളുടെ ആരവമില്ലാതെ സെക്രട്ടേറിയറ്റിനുള്ളിലിരുന്ന് പണിയെടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഉച്ചയ്ക്ക് 3 മണി വരെ പൊതുജനങ്ങൾക്ക് സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശനമില്ലെന്ന നിയമം പണ്ടുകാലം മുതലേ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അതിനെല്ലാം മറികടന്ന് സെക്രട്ടേറിയറ്റിനുള്ളിലും പുറത്ത് പൊതുപരിപാടികൾ നടക്കുമ്പോഴും കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ UDFകാർ അർമാദിക്കുകയാണ്. ഇത് ശരിയല്ല. ഇതിനൊരു അവസാനം ഉണ്ടാകണം. അല്ലാത്ത പക്ഷം സതീശൻ മന്ത്രിസഭയുടെ പതനത്തിൻ്റെ ആരംഭമായി മാറും. മൊത്തം മന്ത്രിസഭയുടെ മോശയെ ബാധിക്കുന്ന വിഷയം തന്നെയാണിത്. 14-ാം തീയതി വൈകുന്നേരം 7 മണി വരെ 5.5 ലക്ഷം വനിതകൾ KSRTC ബസ്സിൽ യാത്ര ചെയ്തിരുന്നുവെങ്കിൽ 15-ാം തീയതി രാത്രി 10 മണി വരെ അത് 10 ലക്ഷത്തിന് മുകളിലാണ് വനിതകൾ യാത്ര ചെയ്തത്. പദ്ധതി ജനം എങ്ങനെ ഏറ്റെടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അത് പൊളിക്കാനാണ് ചിലർ കച്ചകെട്ടി താറോടത്ത് ഇറങ്ങിയിരിക്കുന്നത്. അത് സതീശൻ്റെ കൂടെയുള്ളവർ തന്നെയാണ്. ദൈവമേ, എൻ്റെ മിത്രങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് ദിവസവും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അല്ലാതെ അതിനെക്കുറിച്ച് വേറൊന്നും പറയാനില്ല. സർക്കാർ പരിപാടികളിൽ കോൺഗ്രസ്സുകാർ വേദിയിൽ കയറുന്നത് നിരോധിച്ചേ പറ്റൂ. അച്ചടക്കത്തിന് മുൻകൈയെടുക്കാത്ത പോലീസുകാരുടെ മേൽ ആദ്യം നടപടിയെടുക്കുകയും ചെയ്യണം. സതീശനെ വീഴിക്കാൻ ആരോ പോലീസിനെ കരുവാക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. കഴിഞ്ഞ ദിവസം തമ്പാനൂരിൽ നടന്ന വനിതകളുടെ സൗജന്യ യാത്ര, ആ പദ്ധതിയുടെ ഉദ്ഘാടനം അലങ്കോലത്തിൻ്റെ വക്കത്ത് വരെ എത്തിയതാണ്. സർക്കാർ നടത്തുന്ന പരിപാടികളിൽ കോൺഗ്രസ്സുകാർക്ക് എന്ത് കാര്യം? സർക്കാർ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഷാളിടുന്നത്? അത് കോൺഗ്രസ്സുകാർ നടത്തുന്ന പൊതുപരിപാടികളിൽ മാത്രം പോരെ. സർക്കാർ പരിപാടികൾ നടത്തേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലേ? അതിന് ചില പ്രോട്ടോക്കോളുകളൊക്കെ ഇല്ലേ? ഇന്നലെ മന്ത്രി ബിന്ദുവിൻ്റെ തലയിലൂടെ പായസം വീണത് മനഃപൂർവ്വം അല്ലെന്ന് പറയാൻ സാധിക്കുമോ? മന്ത്രിയുടെ തലയുടെ മുകളിൽ കൂടിയാണോ പായസ വിതരണം നടത്തേണ്ടത്? മാധ്യമങ്ങളും മര്യാദ കാണിക്കണം. വാർത്തകൾ ആദ്യം ശേഖരിക്കാൻ വേണ്ടി പ്രവേശനമില്ലാത്തടത്ത് ഇടിച്ചു കയറുന്നത് എവിടുത്തെ മര്യാദയാണ്? മറ്റു മാധ്യമങ്ങളിലെ ക്യാമറമാരെല്ലാം സർക്കാരിനോട് സഹകരിച്ച് മാറി നിൽക്കുമ്പോൾ താനൊരു മിടുക്കനാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഏതോ ഒരു മാധ്യമത്തിലെ ക്യാമറാമാൻ ഉദ്ഘാടനത്തിന് വേണ്ടി തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന വാഹനത്തിലേക്ക് കയറിയത് ശരിയാണെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇവിടെയാണ് വി ഡി സതീശൻ കുത്തിയിരുന്ന് ആലോചിക്കേണ്ട വിഷയം. അങ്ങയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മുഴുവൻ പരിപാടികളും അത് കുളമാക്കാൻ വേണ്ടി ആരോ ബോധപൂർവം പണിയെടുക്കുന്നില്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ സാധിക്കില്ല. പട്ടരെ കടിച്ച പട്ടി ചെട്ടിയെ കടിക്കാതിരിക്കില്ല. പണ്ട് ഉമ്മൻചാണ്ടിക്ക് ദിവസം തോറും പണി കൊടുത്തുകൊണ്ടിരുന്ന പൊന്നുമോനാണ് ഇന്നും ആ സ്ഥാനത്തിരിക്കുന്നത്. അത് ഓർക്കുമ്പോൾ പോലീസ് നിഷ്ക്രിയരാകുന്നതിൻ്റെ അർത്ഥം പിടികിട്ടും. മന്ത്രിമാരും കുറച്ച് ഉത്തരവാദിത്ത ബോധമൊക്കെ കാണിക്കണം. മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ ഓഫീസ് ഒഴിച്ച് മറ്റ് മുഴുവൻ ഓഫീസുകളിലും ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിലാണ് ആളുകൾ കയറി ഇറങ്ങുന്നത്. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഭരണത്തെ ബാധിക്കും. മന്ത്രിമാരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഭരിക്കാനാണ്, അല്ലാതെ കൂട്ടുകൂടി കളിയും തമാശയും പറഞ്ഞ് ഉദ്യോഗസ്ഥരുടെ കൂടി ആത്മവീര്യം നഷ്ടപ്പെടുത്താനല്ല. ഇന്നലെ ചാനലുകളിലൂടെ കണ്ട 2 കാര്യങ്ങൾ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. ഒന്ന്, മുൻപ് പറഞ്ഞതുപോലെ ക്യാമറമാൻ്റെ നുഴഞ്ഞുകയറ്റം തന്നെയാണ്. പക്ഷേ അതിപ്പോൾ പറയുന്നത് ക്യാമറമാൻ നുഴഞ്ഞു കയറിയപ്പോൾ
അത് തടഞ്ഞ് നിർത്തേണ്ടിയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നിർവികാരനായി അവിടെ നിൽക്കുന്നത് നമ്മൾക്ക് ചാനലിലൂടെ നേരിട്ട് കണ്ടുവെന്നാണ്. പൊതുപരിപാടികളിൽ മിനിമം പാലിക്കേണ്ട അച്ചടക്കം പോലീസുകാർക്ക് സാധിക്കുന്നില്ലെങ്കിൽ തൊപ്പി ഊരി കൊടുത്തിട്ട് വീട്ടിൽ പോകണം. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായി നിർത്തിയിരിക്കുന്ന ബസ്സിലേക്ക് ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അനുമതിയില്ലാതെ അതുമല്ലെങ്കിൽ ക്ഷണിക്കാതെ ഇടിച്ചു കയറിയത് ശരിയാണോ? പത്തായത്തിൽ നെല്ലുണ്ടെന്നറിഞ്ഞാൽ എലി വയനാട്ടിൽ നിന്നും വരും എന്ന് പറഞ്ഞതുപോലെ ഇന്നലെ ഈ പരിപാടിക്ക് തൊടുപുഴയിൽ നിന്നൊരു വനിതാ കോൺഗ്രസിന്റെ അംഗവും ഇടിച്ചു കയറി നിൽക്കുന്നത് കണ്ടു. ഇവരെയൊക്കെ നിയന്ത്രിക്കേണ്ട പോലീസ് വായും പൊളിച്ച് നോക്കി നിൽക്കുന്നതും കണ്ടു. സതീശ, ഇത് അട്ടിമറി തന്നെയാണ്. സതീശിന്റെ പരിപാടികൾ പൊളിക്കുവാനുള്ള ബോധപൂർവമായ നീക്കം തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സത്യപ്രതിജ്ഞ മുതൽ ഇന്നലെ വരെയുള്ള സർക്കാർ പരിപാടികളിൽ അത്യപൂർവമായ ഇടികൾ കാണുന്നത്. ആസാമിലെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയും നമ്മൾ കണ്ടതാ. DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞയും നമ്മൾ കണ്ടു. തമിഴ്നാട്ടിലെ വിജയുടെ സത്യപ്രതിജ്ഞയും കാണാതിരുന്നില്ല. ഇവിടെയൊക്കെ അച്ചടക്കം പാലിച്ചത് നമ്മൾ നേരിട്ട് കണ്ടതാ. എന്തുകൊണ്ട് നമ്മുടെ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ആ അച്ചടക്കം കണ്ടില്ല? സത്യപ്രതിജ്ഞാ വേദിയിലെ ഗവർണറും നിയുക്ത മന്ത്രിമാരും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ഒഴിച്ച് മറ്റുള്ളവർ കയറിയത് ശരിയായില്ലെന്ന് അന്ന് തന്നെ പലരും പറഞ്ഞതാ. ഇത് കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനമൊന്നും അല്ല. ആ വേദിയിൽ കയറിയിരിക്കാൻ എല്ലാ കോൺഗ്രസ്സുകാർക്കും ആഗ്രഹവുമുണ്ട്. ഇന്നലെ ഭാഗ്യം കൊണ്ടാണ് തമ്പാനൂരിൽ സ്റ്റേജ് ഇടിഞ്ഞു വീണ് അപകടം സംഭവിക്കാതിരുന്നത്. കോൺഗ്രസ്സുകാർക്ക് VD സതീശൻ നിർദ്ദേശം നൽകുന്നില്ലെങ്കിൽ നാട്ടുകാർ വടിയെടുക്കേണ്ടി വരും. ആർക്കും എന്തും എവിടെയും ചെയ്യാമെന്നുള്ള ഈ അവസ്ഥ മാറണം. സർക്കാർ പരിപാടികൾ ജനങ്ങളുടെ പണം ചെലവാക്കി നടത്തുന്നതാണ്, നികുതി പണം. അവിടെ കോൺഗ്രസ്സുകാർ നടത്തുന്ന പേക്കൂത്തുകൾ കണ്ടുകൊണ്ടിരിക്കുവാനല്ല ജനം നികുതി കൊടുക്കുന്നത്. പൊതുപരിപാടികളിൽ പോലീസ് നിയന്ത്രിക്കേണ്ടവരെ ശാന്തമായി നിയന്ത്രിക്കാതെ മാറി നിന്ന് കളി കാണുന്നത് ആരുടെ നിർദ്ദേശമനുസരിച്ചാണെന്ന് അന്വേഷിക്കണം. ഇന്നലെ ഒരു സന്ദർഭത്തിൽ സംഘാടകനായ ട്രാൻസ്പോർട്ട് മന്ത്രി നേരിട്ട് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ പരിപാടികളൊക്കെ കുളമായേനെ. പക്ഷേ അതിന് മന്ത്രിയെ അഭിനന്ദിക്കുന്നതിന് പകരം വിമർശിച്ചുകൊണ്ട് ചില സമൂഹ മാധ്യമങ്ങളിൽ നടന്ന പൊങ്കാലയും ട്രോളുകളും ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നതല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്തരുത്.